പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ആ ഒരു സെക്ഷൽ ഹെൽത്ത് അല്ലെങ്കിൽ ലൈംഗിക ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഏതൊക്കെ ആയുർവേദ മരുന്നുകൾ അല്ലെങ്കിൽ മരുന്നുകളല്ല, ശരിക്കും ഇതൊരു ഫുഡ് സപ്ലിമെന്റ്സ് പോലെ തന്നെ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഏതൊക്കെ ഉപയോഗിച്ചാൽ സെക്ഷൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ആയുർവേദത്തിൽ ഒത്തിരി സെക്ഷൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്ന മെഡിസിൻ ഉണ്ട്, നല്ല ഗുണപ്രദമായ ഒത്തിരി മെഡിസിൻസ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ മെഡിസിൻസിന്റെ വിഭാഗമല്ല പറയുന്നത്, കാരണം നമുക്കറിയാം സഫേദ് മുസ്ലിം എന്ന് പറയുന്നത്, ശിലാജിത്, അങ്ങനത്തെ കുറച്ച് ശിലാജിത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പം കുറെ മെഡിസിൻസ് കാണാം. പക്ഷെ അതല്ലാതെ നമുക്ക് ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് പോലും ഉപയോഗിക്കാവുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ സെക്ഷൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് പറയാം. ആദ്യമേ തന്നെ അമുക്കുരം, ഒട്ടുമിക്ക ആൾക്കാരും അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരത്തിന്റെ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ പൊടി അതിന്റെ ഗുളിക രൂപത്തിലൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അത് നമുക്ക് പണ്ടേ ഒരു കേരളത്തിൽ തന്നെ പണ്ടേ ഒരു സെക്ഷൽ ഹെൽത്ത് നിലനിർത്താൻ ആൾക്കാർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒന്നാണ് അശ്വഗന്ധം എന്നുള്ളത്. അപ്പൊ ഇപ്പൊ അത് വൈഡ്ലി നന്നായിട്ട് കിട്ടുന്നുണ്ട്, ശുദ്ധി ചെയ്തെടുത്തത് പൊടിയായിട്ടൊക്കെ. അപ്പൊ അത് ശരിക്കും പാലാണ് അതിന് അനുപാനമായിട്ട് വരുന്നത്. പാലിന്റെ കൂടെ കലക്കി കുടിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പം ചില ആൾക്കാർ പാല് കുടിക്കാത്ത ആൾക്കാരൊക്കെ ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ കഴിക്കാം എന്നുള്ളത്, ചില ആൾക്കാർക്ക് തേനിൽ കഴിക്കാറുണ്ട്. അപ്പൊ ആ തേനിലും കുഴപ്പമില്ല. പക്ഷെ അശ്വഗന്ധമൊക്കെ കഴിക്കുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. നിങ്ങൾ നല്ല ഹെൽത്തി സെക്ഷൽ ഹെൽത്ത് ഉള്ള ഒരാളാണെങ്കിൽ, ലൈംഗിക ആരോഗ്യം തൃപ്തികരമാണ് എന്നുണ്ടെങ്കിൽ ഇത് ഒരു മാസമൊക്കെ കഴിച്ച് 2-3 മാസം കഴിഞ്ഞ് പിന്നെ കഴിച്ചാൽ മതി. പക്ഷെ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ട്, പ്രീമച്വർ ഇജാക്കുലേഷനോ അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെ ഇത് കഴിക്കുന്നതായിരിക്കും നല്ലത്, എത്ര ഗ്യാപ്പ് ഇടണം എന്നുള്ളത്. അത് കാരണം നായ്ക്കുന്നപ്പൊടിയൊക്കെ ഇതിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ അങ്ങനത്തെ കണ്ടീഷൻസിന്, പ്രശ്നമുള്ള സെക്ഷൽ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു നല്ല പരിഹാരം കിട്ടുകയുള്ളൂ. രണ്ടാമതായിട്ട് ഞെരിഞ്ഞിലിന്റെ പൊടി അല്ലെങ്കിൽ ഞെരിഞ്ഞിലിന്റെ കായാണ് ആയുർവേദം മിക്കവാറും വെള്ളമൊക്കെ വെച്ച് കഴിക്കാൻ പറയുന്ന ഒന്ന് ഒരു ലൈംഗിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. ഞെരിഞ്ഞില് നമുക്ക് കായായിട്ടും കിട്ടും, ഞെരിഞ്ഞില് പൊടിയായിട്ടും കിട്ടും. മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഇതിന്റെ വെന്ത് വെള്ളം കുടിക്കുന്നത് പതിവുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ പൊടിയായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ദിവസം 1 ടീസ്പൂൺ, മാക്സിമം 1/2 ടീസ്പൂൺ രാവിലെയും 1/2 ടീസ്പൂൺ വൈകിട്ടും ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കഴിക്കാവുന്നതാണ്. ഗുണം ചെയ്യും എല്ലാ തരത്തിലും, അതായത് ആ ഒരു യൂറിനറി സിസ്റ്റത്തിനും ആ ഒരു സെക്ഷൽ ആക്ടിനും എല്ലാം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഞെരിഞ്ഞിൽ എന്നുള്ളത്. ഇനിയിപ്പോ കായാണ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ആ കാ നന്നായിട്ട് കഴുകി ചതച്ചിട്ട് കുടിവെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു 4-5 കാ ഒരു ദിവസം കുടിവെള്ളത്തിൽ ഇട്ടിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഒരു കുടിവെള്ളം തന്നെ അല്ലല്ലോ നമ്മൾ വർഷം മുഴുവൻ ഉപയോഗിക്കുന്നത്. അപ്പൊ 1 മാസം 1.5 മാസമൊക്കെ നമുക്ക് ഞെരിഞ്ഞിലിന്റെ കുടിവെള്ളം ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ അത് ഗുണം ചെയ്യുന്നതാണ്. മൂന്നാമത്തേതായിട്ട് നിലക്കടലയാണ്. നമ്മൾ ആ ഒരു സെക്ഷൽ ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനെ കൂട്ടാനും ഹോർമോണിനെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ പ്രവർത്തിപ്പിക്കാനും നിലക്കടലയിലുള്ള ആ ഒരു ഗുണങ്ങൾക്ക് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ നിലക്കടല നമുക്ക് പീനട്ട് ബട്ടർ ഒക്കെ ആയിട്ട് ഇപ്പൊ കിട്ടും. അപ്പൊ പ്രമേഹം, കൊളസ്ട്രോൾ അങ്ങനത്തെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിലക്കടലയുടെ ബട്ടർ, പീനട്ട് ബട്ടർ കഴിക്കുന്നത് നല്ല ഗുണം ചെയ്യുന്നതാണ്, സെക്ഷൽ ഹെൽത്തിന് നല്ലതാണ്. അടുത്തതായിട്ടുള്ള ജാതിക്ക നമുക്കറിയാം. ജാതിക്കയുടെ പൊടി അല്ലെങ്കിൽ ജാതിപത്രി മെയിൻലി അത് പൊടിച്ചത് അല്ലെങ്കിൽ അത് ചതച്ച് പാലിൽ ഇട്ട് കാച്ചി കുടിക്കുന്നത് ആ ഒരു സെക്ഷൽ ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ലൈംഗിക ഉത്തേജനത്തിന് വളരെ ഗുണപ്രദമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ ഗുണപ്രദമാണ്. സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈ ജാതിക്ക അശ്വഗന്ധയെക്കാളും കുറച്ചും കൂടെ സെക്ഷൽ ഹെൽത്തിന് കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പം പൊടിയൊക്കെ ആണെങ്കിൽ വെറും 2 നുള്ളു മാത്രമാണ് ഒരു ദിവസത്തെ ഡോസ് എന്നുള്ളത്, പാലിലൊക്കെ കലക്കി കുടിക്കാൻ പറ്റുന്നത്. അപ്പം ജാതിക്കയും സെക്ഷൽ ഹെൽത്തിന് കഴിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അതുപോലെ ജാതിക്ക മെയിൻലി അതിൻ്റെ അകത്ത് മിക്കവാറും എല്ലാ ന്യൂട്രിയൻസ്, മിനറൽസ്, വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പം മഗ്നീഷ്യം, മാഗ്നീസ്, കോപ്പർ, സിങ്ക്, അയൺ, ഈ പറഞ്ഞ പൊട്ടാസ്യം, ഈ പറഞ്ഞ രീതിയിലുള്ള മിക്കവാറും നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു എനർജീനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ശരീരത്തിന് നല്ല ആരോഗ്യം തരാനുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അടുത്തത് ശതാവരിയാണ്. ശതാവരി സ്ത്രീകൾക്ക് മാത്രം കഴിക്കാൻ പറ്റിയ ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മിക്കവാറും അറിയപ്പെടുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ ആ ഒരു സെക്ഷൽ ഹെൽത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് പാലിൽ കലക്കി 1 ടീസ്പൂൺ കഴിക്കാവുന്നതാണ് രാത്രിയിൽ. അത് നല്ല ഗുണം ചെയ്യുന്നതാണ്.
എന്നുള്ളതാണ്. അടുത്തതായിട്ട് തേൻ വെളുത്തുള്ളിയാണ്. നമുക്ക് തേൻ വെളുത്തുള്ളിയുടെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് പേര് വളരെ യൂസ്ഫുൾ ആയിട്ട് പറഞ്ഞു എന്നാണ് തേൻ വെളുത്തുള്ളി ലൈംഗിക ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് ED അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ഉദ്ധാരണക്കുറവിന് തേൻ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ്. തേൻ വെളുത്തുള്ളി ഒരു 3 വെളുത്തുള്ളിയും അതിൻ്റെ അകത്തിട്ട തേനും 1 ടീസ്പൂൺ വീതം രാവിലെ കഴിക്കുന്നതാണ് ഗുണം ചെയ്യുന്നത്. ചെറിയ ഉള്ളി നമ്മൾ കറിയിലല്ലാണ്ട് കറക്റ്റ് ആയിട്ട് അത് പച്ചയ്ക്ക് കഴിക്കുന്നത്, 2-3 ചെറിയ ഉള്ളി പച്ചയ്ക്ക് കഴിക്കുന്നതും ആയുർവേദത്തിനനുസരിച്ച് ലൈംഗികാരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആയുർവേദ ഒരു മെഡിസിൻസിനേക്കാൾ ഉപരി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിൽ നമ്മൾ ഉപയോഗിക്കുന്നതായ ഹെൽത്ത് സപ്ലിമെന്റ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.